Hijuela, una bolsa era. Ah, yo quería esta bolsa. ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ മൺഡേ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും മെക്സിക്കോയിലെ സാൻ ലൂക്കാസിൽ നിന്ന് സ്വാഗതം പറയുകയാണ്. ബാഹ കാലിഫോർണിയ എന്ന് പറയുന്ന ഏരിയയുടെ ഭാഗമാണ്. ഞാനവിടെ നമ്മുടെ മെക്സിക്കൻ സുഹൃത്തായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സായിയുടെ കൂടെയാണ് നിൽക്കുന്നത്. അറിയാമല്ലോ നിങ്ങൾക്ക്, സായിയുടെ വീടാണ് ഈ കാണുന്നത്. സായി രാവിലെ എന്തൊക്കെ കിടന്ന് അലയ്ക്കുന്നുണ്ട് കേട്ടോ. സായി എണീറ്റ് തോന്നുന്നു. ഓ, പൂച്ച തലോടുന്നതാണ് കേട്ടോ. ബുവനോസ് ദിയാസ് ബ്രോ. ഇതാണ് നമ്മുടെ സായിയുടെ സഹോദരൻ. Hola. Hola, ¿qué tal? ¿Cómo estás? Fred. I'm Fred. I'm the brother of Sai. സായിയുടെ ബ്രദറാണ് കേട്ടോ പുള്ളിക്കാരൻ. നൈസ് ടു മീറ്റ് യു ബ്രോ. പുള്ളിക്കാരൻ രാവിലെ റെഡിയായി. സായിക്ക് 2 സഹോദരന്മാരുണ്ട്. ഇത് ഫ്രെഡ്, പിന്നെ ഏറ്റവും മൂത്ത ഒരു ചേട്ടൻ 44 വയസ്സുള്ള ചേട്ടന് ഭാര്യയും 2 മക്കളൊക്കെ ഉണ്ട്. എനിത്തിങ്. I'm no waitress. Pero lo que sea. Lo que sea? Lo que sea. Means? Anything. Yeah. Okay. Anyhow. Okay. എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുക, മുട്ട സ്ക്രാച്ച് ചെയ്ത് വേണോ അതായിട്ട് വേണോ? ഞാൻ പറഞ്ഞു എന്തെങ്കിലും ആക്കിയിട്ട് മതി എന്ന് പറഞ്ഞ് ഞാനിവിടെ അവർ അടുക്കളയിൽ കുക്ക് ചെയ്യുന്നു. അവർക്ക് ഹെൽപ്പൊന്നും വേണ്ട. ഞാനിവിടെ നിന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുക മലയൊക്കെ. സ്ലോലി ഐ ആം ലേണിംഗ്. You need to learn couples words every day. Yes. Slowly I will learn. Oh, gracias. ഇതാണ് കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. മുട്ട, അവക്കാഡോ, ഇത് ബീൻസ്, പിന്നെ ഇതെന്താണെന്നോ അറിയില്ല കേട്ടോ. Buen appetito, Sai. Buen appetito. What's the name of this food? Sopitas. Sopitas. They're like basic tortilla. Oh. With tomato, onion, different things, spicy, and then the avocado we used to put it on food. ഈ കാണുന്നത് തർത്തിജ. Overload 1 cheese. ചീസ്. തർത്തിജയുടെ മുകളിൽ കുറച്ച് ചീസ്. പിന്നെ ഇവിടെ ഒരു മിൽക്ക് ഷേക്ക്. ഇവിടെ കിച്ചണിൽ ഇവർ രാവിലെ തന്നെ ഇന്ന് ക്രിസ്മസ് ഈവിൻ്റെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എനിക്കറിയില്ല. ഇതൊക്കെ സൈഡ് ഡിഷ് ഉണ്ടാക്കുന്നു. മെയിൻ ഡിഷൊക്കെ ഇവർ ഓർഡർ ചെയ്തു. Spaghetti in spinach and cherry tomato and a few things. ഇവർ കൂടുതൽ പോർക്കൊക്കെയാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ ബീഫാണ് പ്രധാന ഇവിടുത്തെ ഭക്ഷണം. അപ്പം എനിക്ക് വേണ്ടി ക്രിസ്മസിന് ഞാൻ വരും എന്ന് പറഞ്ഞ് ഓൾറെഡി എനിക്ക് വേണ്ടി ചിക്കനൊക്കെ തയ്യാറാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ദർ ഇസ് ചിക്കൻ ഫോർ മീ. Not chicken, it's turkey. സോറി, തുർക്കി. എനിക്ക് വേണ്ടി തുർക്കി. നമ്മളിനി ബീച്ചിലോട്ട് പോവാണ്. ബീച്ചിൽ പോകുമ്പോൾ സൺസ്ക്രീനെ കയറണം, അല്ലെങ്കിൽ കരിവാളിക്കും. പിന്നെ സായി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ എപ്പോഴും നല്ലതുപോലെ എന്താ പറയുക, സായി ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പിന്നെ വേറെ മെനക്കേടൊന്നും വേണ്ട. ക്രിസ്മസ് ആയിട്ട് ഇവിടെ വലിയ പരിപാടിയൊന്നുമില്ല കേട്ടോ. അവിടെ പോയിരുന്നെങ്കിൽ, ഓസ്ട്രിയ പോയിരുന്നെങ്കിൽ നല്ല പരിപാടി ഉണ്ടായിരുന്നേനാ. ഓസ്ട്രിയ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരാൾ നോക്കും കേട്ടോ. സായി നോക്കിയില്ല. അപ്പോൾ സത്യത്തിൽ അവിടെ പോയിരുന്നെങ്കിൽ നല്ല പരിപാടി ഉണ്ടായിരുന്നേനെ. ഇവിടെ വലിയ പരിപാടിയൊന്നുമില്ല. സൺസ്ക്രീനൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബീച്ചിൽ പോകുന്നു. ബീച്ചിൽ പോകാനായിട്ട് നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ്. സായിയുടെ അച്ഛൻ്റെ വണ്ടിയാണ് കേട്ടോ. അത് മുടുക്കിൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇനി എങ്ങനെ കയറ്റിയെടുത്ത് പോകാൻ വന്നു. അവസാനം നമുക്ക് കാറിൽ പോവേണ്ട അവസ്ഥയാണ് കേട്ടോ. ബൈക്ക് എന്തോ ചാർജ് ആയില്ല. ഇത് ചേട്ടൻ്റെ വണ്ടിയിൽ എന്തോ ഇൻഷുറൻസ് എന്തോ സാധനം ഇല്ല കേട്ടോ. സായിയുടെ കാറിൽ ഇതാണ്ട് സേ ഓൺ ദ റോഡ് എന്ന് സായിയുടെ ചാനലിൻ്റെ സ്റ്റിക്കറാണ് കേട്ടോ. അവസാനം മെക്സിക്കോയിലും ബൈക്കായിരുന്നു നല്ല രസമാണ് കേട്ടോ. ഇവിടെ ബൈക്കിൽ പോവാനേ പട്ടി ഇവിടെ നമ്മുടെ നാട്ടിലെ അല്ല, ഇടത് സൈഡാണ് ഇവർ വണ്ടി ഓടിക്കുന്നത്. സായ്, why don't you drive for me? Because you are Jaimito for me, my driver, personal driver. അയ്യാടാ
ഞാൻ പേഴ്സണൽ ഡ്രൈവർ അല്ലാതെ വണ്ടി ഓട്ടിക്കാൻ അറിഞ്ഞൂടാത്തോണ്ടല്ലേ അല്ലേ? What? It's not because you don't know how to drive. No, of course it's not. It's because I prefer that someone drive for me. ഇവിടെ എല്ലാ സ്ട്രീറ്റിലും കണ്ടോ അവിടെ റോസാപ്പൂ. ആ ട്രാഫിക് ബ്ലോക്കിൽ എനിക്ക് തോന്നുന്നു ഒരു 5-6 പേരെങ്കിലും കലാകാരന്മാരോ ആരെങ്കിലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതായത് ഇങ്ങനെ വല്ല സാധനങ്ങൾ വല്ല കൊണ്ടു നടക്കുന്ന ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കലാകാരന്മാര്. ഇതാ ഒരു ചേട്ടൻ എന്തോ വിൽക്കുന്നതാണ് കേട്ടോ. ആ ചേട്ടൻ അവിടെയൊക്കെ കണ്ടോ ഓരോ ആളുകള് കാറ് പോകുന്ന നോക്കിക്കേ, അത് ചാടി പോകുന്ന നോക്കിക്കേ. ഫുള്ള് ചാടി കേട്ടോ. ഇപ്പഴാണ് അതിന്റെ ചാട്ടം കുറഞ്ഞത്. ഫുള്ള് ചാടി പോവാണ്. അതിന്റെ സസ്പെൻഷന്റെ എന്തോ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല രസമുണ്ട് അത് പോകുന്ന കാണാനായിട്ട്. നമ്മള് സാന്റ മറിയ എന്ന് പറയുന്ന ഒരു ബീച്ചിലോട്ടാണ് കേട്ടോ ഇനി പോകുന്നത്. ഇവിടുത്തെ ഫുള്ള് ഒരു ലാൻഡ്സ്കേപ്പ് നല്ല രസമുണ്ട് കേട്ടോ. അതായത് എനിക്ക് ഇഷ്ടമുള്ളതാണ്. ഫുള്ള് മരുഭൂമി, കാക്ടസ് മരങ്ങളും വേറൊരു ലെവലാണ്. അതാണ്ട് അക്സസോ പ്ലേദ സാന്റ മറിയ ഒരു ഇതാണ് കേട്ടോ. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഉണ്ടോ പൊരി വെയിൽ കേട്ടോ, പൊള്ളുന്നു. നമ്മൾ വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതെനിക്കൊന്ന് പ്രൈവറ്റ് ബീച്ചാണോ? ഇവിടെ കണ്ട് ഷവർ ചെയ്യാനുള്ള സെറ്റപ്പ് കണ്ടില്ലേ? ബീച്ചിൽ നിന്ന് വന്നിട്ട് ഷവർ ചെയ്യാനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട്. നമ്മൾ ബീച്ചിലോട്ട് പോവാ. നോ ഈ കാണുന്ന ബീച്ചിലോട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. വെയിൽ സോ ഹോട്ട്. Yes, and today is cloudy. ക്ലൗഡി ആയിട്ടാണ് ഇത്രയും വെയില്. ഇവിടെ ഇതിന്റെ അപ്പുറത്തൊക്കെ എനിക്കൊന്ന് റിസോർട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളിത് ബീച്ചിലോട്ട് പോകുന്ന വഴി വെയിലടിച്ച് ഉപ്പാട് വരും. വാവ്, നമ്മൾ അവസാനം മനോഹരമായിട്ടുള്ള ബീച്ചിലെത്തിയിട്ടുണ്ട്. നമ്മൾ കുട എടുത്തോണ്ട് വന്നില്ല, അതുകൊണ്ട് നല്ല ചൂടാണെന്ന് തോന്നുന്നു. ഈ കാണുന്നതാണ് കേട്ടോ, ഇത് ഗവൺമെന്റ് പബ്ലിക് ബീച്ചാണ്. എന്ത് മനോഹരം അല്ലേ? ഇവിടെ കുറെ ആളുകളൊക്കെ ഇതാ കുടയൊക്കെ ഇട്ട് ഇങ്ങനെ വന്നിരിക്കുന്ന കാഴ്ചയാ. നമ്മൾ കുടയും ഇല്ല, ഒന്നുമില്ല. വേർ ഇസ് മൈ അംബ്രല്ല? ഐ നീഡ് അംബ്രല്ല. ചൂടടിച്ച് ചാവും കേട്ടോ, കുടയും ഇല്ലാതെ നമ്മൾ വന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു റിസോർട്ടാണ് കേട്ടോ ഈ കാണുന്ന ഭാഗത്തായിട്ട്. ഇവിടെ കുറേ യോട്ടുകളൊക്കെ കിടക്കുന്നുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വന്ന യോട്ടുകൾ പ്രൈവറ്റായിട്ട് അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നൊക്കെ പല ആളുകളും യോട്ടൊക്കെ എടുത്തുകൊണ്ട് വരും. ഈ യാച്ച് ബോട്ടുകൾ ഇവിടെ ഇതാ കുളിക്കാനുള്ള സ്ഥലങ്ങൾ. വാ, അടിപൊളി കേട്ടോ. വാ, കിളികൾ. Where are we going? Here, where? ഇവിടെ സ്നോർക്കലിംഗ്. ഇവിടെ സ്നോർക്കിൾ ചെയ്യാനുള്ള പ്ലേസ് ഉണ്ട്. സ്നോർക്കിൾ ചെയ്യാനുള്ള സാധനം കൂടെ സായി കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഈ ചരൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമുള്ള മണലാണ് ഇതിലൂടെ നടക്കാനായിട്ട്. വെയിലെന്ന് പറഞ്ഞാൽ ഉപ്പാട് വരുന്നു. ഞാൻ ആക്ച്വലി ഫസ്റ്റ് ദിവസം വന്ന ദിവസം ഞാനൊന്ന് വെള്ളത്തിൽ പോയായിരുന്നു. ഇവിടെ കുറേ ആൾക്കാർ മറ്റേ സർഫ് ബോർഡൊക്കെ കൊണ്ടുവന്നിട്ട് പെഡൽ ബോണ്ട് ഇതുണ്ടല്ലോ, അത് വെച്ചിട്ട് തന്നെ അടിപൊളി ബേർഡ് കേട്ടോ ഈ കാണുന്നത്. ഇതിൻ്റെ പേരാണ് ഗബിയോത്ത. ഗബിയോത്ത എന്ന് പറയുന്ന ഒരു ബേർഡാണ് ഈ കാണുന്നത്. നമ്മളൊന്ന് തണൽ നോക്കി വന്നതാണ്. ഇവിടെ ഫുള്ള് ചൂടും വെയിലും. നമ്മൾ ആക്ച്വലി ഇവിടെ സ്ഥലം പിടിച്ചു. ഇവിടെ കിടക്കുവാണ്, ബ്രസീലിൻ്റെ ഫ്ലാഗിൽ കിടക്കുവാണ്. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഇരുന്ന് കാണാനായിട്ട്. ഒരു ചേട്ടൻ ഗേൾഫ്രണ്ടിനോ ഭാര്യയ്ക്കോ വേണ്ടി ഫോട്ടോസ് എടുത്തു കൊടുക്കുന്നു. കുറേ ആൾക്കാർ ഡൈവ് ചെയ്തൊക്കെ വരുന്നു. ഈ കുറേ ഇതൊന്ന് ക്യാബോ അഡ്വഞ്ചർ എന്നൊക്കെ എഴുതിയിട്ടില്ല. ഇതൊക്കെ തീനത്തിമെങ്കിലും കാണാൻ പോകുന്നത് ഇതുപോലുള്ള ബീച്ചിലൊക്കെ വന്നിട്ട് ഓരോ ബീച്ചുകളായിട്ട് കൊണ്ടുപോയി കാണിച്ച് ഓരോ സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെയാണ് കേട്ടോ. കുറച്ചു നേരം കുളിച്ച് വാ അല്ല ഇങ്ങോട്ട് വരുവാണ് കേട്ടോ. എന്നാ കഴി വാ. ഇത്ര എന്തോ അടിയായിട്ട് എനിക്ക് തന്നില്ല കേട്ടോ. നല്ല അടിപൊളി സാധനം. സബ്രിത്തോസ്. Fabritos is the brand. Sabritos is brand? Bro, have jalapeno. Jalapeno. Jalapeno is the spicy, this one.
സ്പൈസി ആയിട്ടുള്ള സാധനം ഷബ്രിത്തോസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് കേട്ടോ. കുളിച്ച് എൻ്റെ കണ്ണൊക്കെ റെഡായി കേട്ടോ. Let's go. Vamos. We have a party, so we need to look nice in the night. നല്ല ഡ്രസ്സൊക്കെ ഇടണം. എൻ്റെ കയ്യിൽ നല്ല ഡ്രസ്സൊന്നുമില്ല. ഞാൻ സായിയുടെ ചേട്ടൻ്റെ വല്ല ഡ്രസ്സ് ഇടാം. മാത്രമല്ല സായി എൻ്റെ വീട്ടിൽ വന്നപ്പോഴും നമുക്കൊരു പാർട്ടി ഉണ്ടായിരുന്നു. അന്ന് ഞാൻ എൻ്റെ ഇത്താടെ ഡ്രസ്സാണ് കേട്ടോ കൊടുത്തത്. ഇവിടെ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇവിടെ കുറേ കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും സ്നോർക്കലിംഗ് ചെയ്യാൻ വേണ്ടി വന്നവരാണ്. കൂടുതലും അമേരിക്കൻസ് ആണ്, അതായത് USA നിന്ന് വന്നവരാണ്. USA-ക്കാരെ ഇവർ വിളിക്കുന്നത് ഗ്രീൻകോസ് എന്നാണ് കേട്ടോ. ഇവർ ആക്ച്വലി എന്നെയും ഗ്രീൻകോ എന്ന് വിളിക്കും. കാരണം ഇവിടെ വരുന്നവരെല്ലാവരും അമേരിക്കയിൽ നിന്ന് വരുന്നവരാണ്. ഇവിടെ വരുന്ന ഇന്ത്യൻ ടൂറിസ്റ്റ് ആയാലും അവരെല്ലാവരും USA-ൽ താമസിക്കുന്നവരാണ് കേട്ടോ. അപ്പോൾ എന്നെയും ഗ്രീൻകോസ് എന്നാണ് വിളിക്കുന്നത്. അവർക്ക് വിചാരിക്കില്ല ഞാൻ ഇന്ത്യയിൽ നിന്ന് കറങ്ങാൻ വേണ്ടി വന്നതാണെന്ന്. നമ്മൾ തിരിച്ച് വണ്ടിയിൽ വന്നു. ഇവിടുത്തെ നമ്പർ പ്ലേറ്റ് കണ്ടില്ലേ, ബാഹ കാലിഫോർണിയ, ബജ കാലിഫോർണിയ സുർ. ബാഹ കാലിഫോർണിയ എന്ന് പറയുന്ന ഏരിയയിൽ വരുന്നതാണ്. നമ്മുടെ സൈഡ് സ്ഥലമല്ല. അപ്പോൾ നമ്പർ പ്ലേറ്റ് എല്ലാം ബാഹ കാലിഫോർണിയ എന്ന് പറയുന്നതാ, ബാഹ കാലിഫോർണിയ സുർ. അതായത് ഇവിടെ 32 സംസ്ഥാനങ്ങളുണ്ട്, പിന്നെ ഒരു ക്യാപിറ്റൽ, ഒരു ഫെഡറലിൻ്റെ ഇത്. ഇപ്പോൾ ബാഹ കാലിഫോർണിയ സുർ എന്ന് പറയുമ്പോൾ ബാഹ കാലിഫോർണിയ സൗത്ത്, സദേൺ ബാഹ കാലിഫോർണിയ എന്നാണ് പറയുന്നത്. പിന്നെ നോർത്ത് ഇന്ത്യൻ ബാഹ കാലിഫോർണിയ ഉണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറട്ടെ. ലെറ്റ്സ് ഗോ ഹോം. ഇന്ന് നമുക്ക് ക്രിസ്മസ് പരിപാടിയൊക്കെ ചെയ്യണം. നമ്മളങ്ങനെ വീട്ടിൽ വന്നു. ഇനി നമ്മൾ വീട്ടിൽ വന്നിട്ട് ഇനി കുളിച്ച് റെഡിയായി ബീച്ച് ആസ്വദിക്കാനുള്ള പ്ലാനാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ കസിൻ. ഹലോ, കോമോ എസ്താസ്? ഹായ്. ഇതാണ് കേട്ടോ നീസ് അവളുടെ. എനിക്ക് വേണ്ടി ഒരു നിക് നെയിം നോക്കി കൊണ്ടിരുന്നപ്പോ ലാസ്റ്റ് ട്രാർസാ. She knows, you know. I look like Tarzan. എന്നെ മിക്കുള്ളവരും കുറെ പേര് വിളിക്കുന്ന ട്രാൻസൻ എന്നാണ് കേട്ടോ. ഇതാണ് നമ്മുടെ താക്കോസ് ഡൊറാഡോസ്. താക്കോസ്, അതിൻ്റെ അകത്ത് ഇൻസൈഡ് വാട്ട് ഈസ് ദിസ്? It's like beef and potato. Beef and potato. The spicy you have to put it on the top, you know. Oh, in the mold ഇങ്ങനെ ഈ സ്പൈസി ഇട്ടിട്ട്. All this is make it with jalapeno, mami. Yes, with jalapeno. ടേസ്റ്റ് ഉണ്ടാവും. Okay. It's okay? Yeah, it's fine. Slowly spice is coming. No, but this is good. When you mix all, it's okay. It's not too spicy. Dale queso. Queso, dale queso. Queso arriba, sal muy rico. ¿Con queso arriba? Dale queso. നോട്ടെ എങ്ങനെയാണ്. അടിപൊളി കേട്ടോ. സ്നാക്ക് പോലത്തെ സാധനമാണോ? She said that you should put cheese queso on top. A bit. ഇതിന്റെ മുകളിൽ കുറച്ച് പൊടി ചീസ്. നോട്ടെ. അതൊക്കെ. Yes, all Mexican food is tasty. ഇഷ്ടപ്പെട്ടോളാം കേട്ടോ. ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് സായിയുടെ അച്ഛൻ്റെ ഡ്രസ്സ് ഇവിടെ നോക്കുവാണ്. You choose for me. Okay. ഫുള്ള് കൺഫ്യൂഷൻ ആയല്ലോ ഇതിലേത് ട്രൈ ചെയ്യണമെന്ന്. This is not bad. അങ്ങനെ ഞാൻ ഒരു ബ്ലാക്ക് ഇതാണ് കേട്ടോ കിട്ടിയത്. കൊള്ളാന്ന് തോന്നാട്ടെ. ഇത് ഒന്നാമത്തെ ഡ്രസ്സ്. ഞാൻ പിന്നെ ഇതെങ്ങനെയുണ്ട്? സ്യൂട്ട് ആവുന്നുണ്ടോ? ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. സായി കമ്മലൊക്കെ ഇട്ടിട്ട് റെഡി ആവണം കേട്ടോ. സായി ലുക്ക് oh my god. Let me make it my things on peace. Okay. നമ്മളങ്ങനെ എല്ലാം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. സായിയുടെ കുറേ സുവനീസ് ആണ് കേട്ടോ ഇവിടെ കൊണ്ടുവന്ന് ക്രിസ്മസിൻ്റെ ഇതാക്കിയിട്ടേക്കുന്നത്. ഇത് കൊറിയനാണോ ചൈനയെന്നാണോ? കുറേ സുവനീസ് ഇതാണ്ട് ഹോങ്കോങ്ങിൽ നിന്നുള്ള സുവനീർ ഇതൊക്കെയാണ് ഇവിടെ സെറ്റാക്കിയിരുന്നത്. ബ്രോ വന്നിട്ടുണ്ട്. ഇവിടെ ഗിഫ്റ്റ് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഓരോ ആളുകൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് സംഭവങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഞാൻ അവസാനം ഈ ഡ്രസ്സ് ഇട്ടു. ശരിയായി. സായിയുടെ അച്ഛൻ്റെ പാൻറ്, സായിയുടെ സഹോദരൻ്റെ ഷർട്ട്. ഇവിടെ എല്ലാത്തിനും സ്പൈസിയാണ് കേട്ടോ. ഈ ചിപ്സിൽ ഇതാണ്ട് അടുത്ത സ്പൈസി ഇട്ടിട്ട്. You like spicy?
ഞാൻ ഈ സ്പൈസി ഒന്ന് ട്രൈ ചെയ്യട്ടെ. അല്ലാ, ഓ അടിച്ചു പോകും കേട്ടോ എരി. ഹലോ, മെരി ക്രിസ്മസ്. ഇവിടെ ഓരോ കുടുംബങ്ങളായിട്ട് വന്നിട്ടുണ്ട്. വിസ്കി കൊണ്ടുവന്നതാണ് കേട്ടോ. ഓൺലി ഡ്രങ്ക് പീപ്പിൾ. ഇവിടെ ഞാൻ നമ്മുടെ ക്രിസ്മസിൻ്റെ ഡിന്നറിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനിടയിൽ എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഇനി കുറേ പരിപാടികളുണ്ട്. ഇവിടെ എന്തൊക്കെ ഗെയിംസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. കണ്ട് നമ്മുടെ സായിയുടെ അമ്മ, സായിയുടെ ചേട്ടൻ, സായിയുടെ ചേട്ടൻ്റെ ഭാര്യ, പിന്നെ അവിടെ ഉണ്ട് അതിൻ്റെ അകത്തൊക്കെ സായിയുടെ അനിയത്തി. ഇവിടെ സായി ഉണ്ടല്ലേ? സായി ഫോട്ടോഗ്രാഫ്. നമ്മുടെ ഡിന്നറിന് സമയമായി. ഇവിടെ മഷ്റൂംസ്, ഇവിടെ പാസ്ത, ഇവിടെ സാലഡ്, പിന്നെ അവിടെ എന്തോ What? Guajolote, we call guajolote. Guajolote. This is Turkey, but really it's not Turkey, it's guajolote. Guajolote. ഇവര് നമ്മുടെ തുർക്കി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് എനിക്ക് വേണ്ടിയാണ് കേട്ടോ. അല്ലെങ്കിൽ ഇവര് പോർക്കാണ് കഴിക്കേണ്ടത്. എനിക്ക് വേണ്ടിയാണ് ഇത് ഓർഡർ ചെയ്തത്. Very expensive, like $500. Oh. Only one turkey. One turkey $500. $500. Thank you for this. Thank you. No, this is not the real one. Yeah, I understand. ഇവിടെ എന്തോ ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടി അതിൻ്റെ എന്തോ ആണ് കേട്ടോ. Dice nombre, mujer. A ver si te gustan. Ay, hijo de la Adidas. No te toqué yo, Fabi, también. Muy bien. Y te hacían falta, viejo, fíjate. ഇനി നമ്മുടെ സായിയുടെ അച്ഛൻ തുറക്കും കേട്ടോ. Si dice que se enferma mucho, ni se La más vaga que te pasa, ¿sí? Puede ser un vuelo, puede ser un vuelo. Puede ser. Lo que menos te va a comprar. Maybe it's an open ticket because that is really lighter, really lighter. Ay, esto What is that? es como un cupón, algo así para un vuelo, digo yo. ¿Cómo se llaman los lentes esos que te... Válido por Ay, el válido custom por, passport en México. Passport, for a new passport, okay. Oh. Yo escribo, le puso una de esas, sí. Yo había dicho que quería que tengo que renovar el pasaporte. Que me tocó. ഇനി അടുത്ത സായി കൊടുക്കും. A ver, ¿cuál es? സായി ആർക്കാണ് കൊടുക്കുന്നത് അതിന്റെ que soy muy trabajadora. അതിന്റെ ആളിനെ കുറിച്ച് വിവരിക്കും കേട്ടോ. അപ്പൊ അവര് ഗസ് ചെയ്ത് കണ്ടുപിടിക്കണം. ¿Está fit? നമ്മുടെ സായിയുടെ ഗിഫ്റ്റ് ആണ് കേട്ടോ. Desde la fábrica te lo trajeron. ഇവര് ഓൾറെഡി 4 de la mañana. ഓരോ ആൾക്കാരെ നറുക്കിട്ട് ഓരോ ആൾക്കാരുടെ ഇത് എടുക്കാം. Es un chaleco de hidratación. Ay, sí, son tenis. Ahí está muy... Ay, Mira que no te toqué yo. Sí. Okay. Mi regalo es para una personita que es muy sensible. What's his name? Es una mujer Sensible. It's really sensible and it's a muy woman. guapa. She's really pretty. Is it pretty? Y ya, a ver, estén en las manos todas las mujeres. സുന്ദരിയാണ്. Y hagan los ojos. ആകെ 3 സ്ത്രീകളേ ഉള്ളൂ. ആരാണെന്നാണ്? ¡Yo! Ay, voy para allá. Por poco Ay, corazón, te compramos. muchas gracias. Ya sí, pero eso me Pero las cualidades. A ver, mis A ver, las cualidades de la Laira son. Ay, qué bonita está. DKN. Ay, qué rica, mira. സായി എനിക്ക് എന്തോ ഗിഫ്റ്റ് തന്നല്ലോ. വാട്ട് ഈസ് ദിസ്? You have to open it if you want to know. എനിക്ക് പവർ ബാങ്ക് ആണ് കേട്ടോ.
Thank you, gracias. I didn't know that you actually need one. Perfect gift. സായിയുടെ അമ്മയും എനിക്ക് തന്നു കേട്ടോ എന്തോ ഗിഫ്റ്റ് എന്താണെന്ന് നോക്കട്ടെ. Dos. Okay. The another was mine, and this is from my mom. പൊത്ത ചട്ടി വല്ലോ കണ്ടാന്നോ കേട്ടോ. ഇനി ഓരോ ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുക്കണം കേട്ടോ. Mira, está Wow. സായിയുടെ അമ്മ അവളുടെ ബോയ് ഫ്രണ്ടിന് കൊടുത്താണ് കേട്ടോ. desfajadas. Es de litro. മദ്യമാണ് കേട്ടോ കൊടുത്തത്. ജ്യൂസിന്റെ അകത്തിട്ടിട്ട് മദ്യം കൊടുത്തു. México, bienvenidos a México. My mom to my brother. അമ്മ കൊടുത്ത ഗിഫ്റ്റ് കേട്ടോ മോന്. Yo. Uy, gracias. Amor, ya ábrela. Amor, gracias. Yo quería una agenda. Ay, qué bonita la. El que cree que él no tiene complejo igual que അതിന്റെ അകത്ത് വേറെ എന്തോ ഉണ്ട് കേട്ടോ. കെലോക്സിന്റെ അകത്ത് വേറെ എന്തോ ഇട്ട് വെച്ചിരിക്കും. Ay, hijuela, una bolsa era. Ah, yo quería esta bolsa también. Ay, es como la que Wow. se llama Bella Unión. Ay, mira. Muchas gracias, mi niño. Muchas gracias. Qué bonita. Es que yo quería una. Está padre. Muy bonito. Sí. മമ്മ എന്ന് പറഞ്ഞ ഒരു ബുക്കാണ് കേട്ടോ. നമ്മുടെ ബ്രോ കൊടുത്തതാണ് അമ്മയ്ക്ക്. അച്ഛനും അതുപോലത്തെ ബുക്ക് കൊടുത്തിട്ടുണ്ട്. വാവ്. Ay, qué bárbaro. എല്ലാരും പരസ്പരം എന്തൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നു. ഞാൻ ഇവർക്ക് വേണ്ടി എല്ലാവർക്കും കൊണ്ടുവന്നില്ല, കുറച്ച് പേർക്ക് വേണ്ടി ഞാനും കുറച്ച് ഗിഫ്റ്റ് കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ ആൾക്കാരും ഓരോ ഗിഫ്റ്റ് തുറന്നുകൊണ്ടിരിക്കുക, പരസ്പരം കൊടുക്കുന്നത്. For you. Gracias. This for you. Ay, gracias. Say this for you. ¿Tú? Thank you so much. Thank you so much. സമയമില്ലാത്ത സമയത്ത് എന്തോ കിട്ടിയ സാധനമാണ് കേട്ടോ. ഇഷ്ടപ്പെടാമെന്തോ. It's the same. Ah, lo mismo, pero ¿de qué sabor? Este es de rosas. For Mahi mom. My mom So from if I will call to your mom if she don't receive it, okay? Okay? സായിയുടെ അമ്മയുടെ വക എൻ്റെ ഉമ്മാക്ക് തന്ന ഗിഫ്റ്റാണ് കേട്ടോ. സായിയുടെ അമ്മയുടെ വക ഗിഫ്റ്റാണ് കേട്ടോ. ഇത് മെക്സിക്കോന്ന്. ഇത് ഞാൻ അവർ വാങ്ങുന്നത് കണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം വില ഉണ്ട് ഈ സാധനത്തിന്. ഗ്രാസിയാസ്. I will say gracias to my mom. മണിക്കൂറായി ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടി ഒന്നും തീർന്നില്ല. ആദ്യത്തെ പരിപാടി എന്ന് പറയുമ്പം ഇവർ ഓൾറെഡി നറുക്കിട്ട് വെച്ചിരിക്കും. ഓരോ ആൾക്കാർക്ക് ഉള്ള കൂപ്പൺ എടുക്കും. അപ്പം ഇപ്പം ഞാൻ സായിക്കാണ് കൊടുക്കുന്നതെങ്കിൽ കൂപ്പൺ എടുത്ത് വെച്ചിട്ട് സായിയുടെ അടുത്ത് പറയില്ല, എന്നിട്ട് സായിക്കുള്ള ഗിഫ്റ്റ് വാങ്ങും. എന്നിട്ട് ഞാനിങ്ങനെ പറയും സായിയുടെ നല്ല ക്വാളിറ്റികൾ. അപ്പം സായിക്ക് മനസ്സിലായി ഇത് എനിക്ക് വേണ്ടിയുള്ള ഗിഫ്റ്റാണ്. അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കും. പിന്നെ ആ ഗിഫ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അല്ലാതെ സെപ്പറേറ്റ് എല്ലാവരും ഓരോ ആൾക്കാർക്കായിട്ട് വാങ്ങിച്ചു കൊടുക്കുന്ന ഗിഫ്റ്റ് പരിപാടി അതൊക്കെയാണ്. ഇനി വയ്യ കേട്ടോ. ആക്ച്വലി പരിപാടി ഇവിടെയൊന്നും കഴിഞ്ഞില്ല കേട്ടോ. ഇനിയും പരിപാടി കുറേ ഉണ്ട്. കം നമ്മുടെ സായി കണ്ടില്ലേ, ഇതാണ് കേട്ടോ ഇവരുടെ ഡ്രസ് കോഡ്. ഞാൻ ഇവരുടെ സർപ്രൈസ് ആയിട്ട് വന്നതല്ലേ, അതുകൊണ്ട് എനിക്ക് ഡ്രസ് കോഡൊന്നും ഇല്ല. ഇവർ ഓർഡർ ചെയ്തില്ല, കാരണം ഞാൻ സർപ്രൈസ് ചെയ്ത് വന്നതാണ്. അല്ലെങ്കിൽ ഇവർ നേരത്തെ ഓർഡർ ചെയ്ത് വെക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഇതുപോലത്തെ ഡ്രസ്സാണ്. ലാസ്റ്റ് വന്നപ്പോൾ എനിക്ക് ഡ്രസ്സില്ല, അതുകൊണ്ട് എനിക്ക് വീട്ടിൽ കിടന്ന പഴയ ഒരു ഇതും അതുകൊണ്ട് ഇതും എടുത്ത് തന്നു. ഇനി ഇതിടട്ടെ. ഒന്നും ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല കേട്ടോ. മാച്ചിങ് എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇത് ദിസ് ഈസ് യുവർ ഫാദേഴ്സ്. And this is my brother. ഇത് അച്ഛൻ്റെതും ഇത് ആളുടെ സഹോദരൻ്റെ. ബൈ ബൈ. അങ്ങനെ നമ്മളെല്ലാരും ഇനി അടുത്ത പാർട്ടിക്ക് പോവാണ്. എല്ലാരും സെയിം ഡ്രസ്, ഞാൻ മാത്രം. ഹലോ ഗൈസ്, ഹായ് ഹായ് ഹായ്. Now we will Hi, be bro. younger. The new generation. ന്യൂ ജനറേഷൻ ടീം.
ഇവിടെ എല്ലാവരുടെ വീട്ടിലും സെലിബ്രേഷൻസ് ആണ്. അവിടെ ഒരു ഇത് നമ്മളതാ ഇവരുടെ വേറെ ഏതോ ഒരു ബന്ധു വീട്ടിൽ നമ്മൾ സെലിബ്രേഷന് വേണ്ടി പോവാണ്. എല്ലാവരും ഒരേ ഡ്രസ്സാണ് കേട്ടോ. ഇവർ ഫാമിലി ഫുള്ളായിട്ട് ഒരേ ഡ്രസ്സ്. Where are we going? This is a kind of neighborhood party. Neighborhood party? Yes, like more Mexican. I like this more Mexican style, but Mexican style neighborhood. Oh my god. more people and less. കുറേ ആൾക്കാരുണ്ടല്ലോ. അത് കൊള്ളാം കേട്ടോ. ഇവിടെ ലോക്കൽ ഇവരുടെ നൈബർഹുഡ് ആളുകളെല്ലാവരും വന്നിരുന്നു. ഇതാണ് ഇവരുടെ പിന്നാത്ത എന്ന് പറയുന്നത്. ഇത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഫുള്ള് മുട്ടായാണ് കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയുള്ള സാധനം ഇവിടെ ഉള്ള എല്ലാ വീടുകളിലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ഇവരെന്തൊക്കെയും ഫുഡ് കഴിക്കാതെ സായിയുടെ ചേട്ടനും ഭാര്യയും വന്ന് സായിയുടെ ചേട്ടന്റെ ഭാര്യയുടെ കുടുംബമാണ്. ഗ്രാസിയാസ്. ഇവിടെ ഭക്ഷണം കണ്ടില്ലേ ഇവരുടെ തർത്തീജ. പിന്നെ ഇത് ബീഫ്, ഇത് പോർക്കും നമ്മുടെ ഇതുമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തർത്തീജ ഇട്ട് കഴിക്കാൻ വേണ്ടി പോവാണ്. എന്തൊക്കെ കൂട്ടാൻ മതി പിന്നെ എന്നെ കുറിച്ചാണ് un caballo a la Sailet. No, no me regaló un caballo. Yo compré un caballo. No. What are you saying? That you give me a horse? No, a horse. Le regaló el caballo, le dijo para que no. ഞാൻ സായിക്ക് ഒരു കുതിര കൊടുത്തോന്ന്. Pues resulta que la Sailet le metió más millas al caballo. Que no, mami, el caballo blanco se queda corto. El que subió por la rumorosa y que salió de no sé dónde. Like, you give me that horse and then I will run into much the horse Y until esta no hace más que caminar. Imagínense el carrillón que le pegó. No le echó agua ni aceite, nada. I never give water to him and oil. No oil, no water. Only atún. La Sailet se fue para otro país. They put you the music that I told you. എനിക്ക് വേണ്ടിയിട്ട് അന്നാണ് പാട്ടാണ് കേട്ടോ. We are snuggled up together like two birds of a feather bird of bee. Forest or two, maybe three. Come on, it's lovely weather for us. Sleigh ride together with you. നമ്മുടെ ഇന്ത്യൻ ആക്സെന്റിനെ വെച്ച് കളിയാക്കുന്ന പാട്ടാണ് കേട്ടോ. ഇവിടെ ഭയങ്കര ഫേമസ് ആണ് ഇന്ത്യൻ ക്രിസ്മസ് സോങ് എന്ന് പറഞ്ഞ്. ഇവിടെ ഇവരെന്തോ ഗെയിമൊക്കെ കളിക്കാൻ വേണ്ടി പോവാണ്. എനിക്കിവിടെ ഉറക്കം വരുന്നു കേട്ടോ. അയ്യോ നല്ല ഉറക്കം വരുന്നു. ഇവിടെ അടിപൊളി കേട്ടോ. പാട്ട്, ഡാൻസ്, ബഹളം, കോമഡി. ഇവര് പാട്ടിട്ടിട്ട് പട്ടാളക്കാരന്മാരിങ്ങനെ അറ്റൻഷൻ ഇങ്ങനെ കാണിക്കൂലേ, അതുപോലെ ആക്കണം. അങ്ങനെ എന്തോ ആണ്. നോക്കാം നമുക്ക്. കണ്ണ് കെട്ടും ഇവരുടെ. പുള്ളിക്കാരൻ പുറത്തോട്ട് പോയാട്ടോ, കണ്ടില്ലേ? അത് പൊക്കിവിടാ. എല്ലാരും പുറത്തോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ പുറത്ത് പൊക്കി വിടാ. കണ്ടോ, അതിന്റെ അകത്ത് എന്നെ ഇന്ന് കളിക്കണം. ഒരാള് അവിടെ എത്തി, ഒരാള് ഇവിടെ. No se muevan, quítense las vendas ahí donde están. Donde llegué yo. Ey, me dice, tápate. Tenemos una ganadora. Tenemos una ganadora. ജയിച്ചാല് ഗിഫ്റ്റ് ഒക്കെ ഉണ്ടോ? ഗിഫ്റ്റ് ഒക്കെ കിട്ടിയ കേട്ടോ. അടുത്ത കുട്ടികളുടെ ഗെയിമാണ്. ഓൾറെഡി ഇതാ പോകുന്നു കേട്ടോ എല്ലാരും. അവൻ മാത്രം കറക്റ്റ്.
de estos. Estoy അടുത്ത നമ്മളെന്തോ ഗെയിമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവര് വലിയ ടീം, നമ്മൾ ചെറിയ ടീം. Pay attention, please. Sí, en español y en inglés porque tenemos un extranjero. ¿Tienes para otro compañero? Córrele, pie. No. Manejo el pie, manejo el pie. നമ്മുടെ ടീമിന് ആക്ച്വലി നമ്മുടെ ടീമാണ് ജയിച്ചത്. അപ്പോൾ ഒറ്റ ഗിഫ്റ്റേ ഉള്ളൂ. ആ ഒറ്റ ഗിഫ്റ്റ് നമ്മുടെ ടീമിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് താണ്ട് ഈ ഗെയിം ഉണ്ടല്ലോ, ഈ ഗെയിം കളിക്കും. ഈ ഗെയിം കളിച്ചിട്ട് ജയിക്കുന്ന ഒരാൾക്ക് അതിന്റെ ഗിഫ്റ്റ് കിട്ടും കേട്ടോ. അങ്ങനെയാണ്. നമ്മൾ ഇനി കോയിൻ വെച്ചിട്ട് എറിയണം. ദാ ഇവിടെ നിന്നിട്ട് ആ ലൈൻ്റെ അടുത്ത് എത്തിക്കണം കേട്ടോ. Ladies and gentlemen, please attention, please. The play is the one money. Let's go. The one money. Let's go. Let's go. Here the one money. The one. All right. സായി എറിയുന്നു. വാവ്. ഓ, മിക്കവാറും അവന് കിട്ടും കേട്ടോ. അവൻ ലൈൻ്റെ തൊട്ടടുത്ത്. ഓ ഇല്ല. വാവ്. ഇതാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയത്. ഇവിടെ അടുത്ത ഗെയിമാണ് കേട്ടോ. അടുത്ത വേറെ ഗെയിം. ആരോ നമ്മുടെ ഇതൊക്കെ പറത്തിയിട്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ പുതിയ കളി തുടങ്ങുവാണ്. പുതിയ കളിതാ. പുള്ളിക്കാരനെ തലറങ്ങിട്ടോ. പുള്ളിക്കാരെ കള്ളം കാണിച്ചു കേട്ടോ. പുള്ളിക്കാരെ കള്ളം കാണിച്ചു. അവര് രണ്ടുപേരും ഫൗള് കാണിച്ചോണ്ട് ഇനി കോയിൻ എറിയുന്ന പരിപാടിയാണ് കേട്ടോ. വാവ്. ഇവിടെ വീണു കേട്ടോ. മറ്റേത് ഇവിടെ വീണു. ഈ പുള്ളിക്കാരനാണ് വിജയ കേട്ടോ.
എനിക്ക് എന്തോ കിട്ടിയ ഓ മൈ ഗോഡ് Chocolate. താങ്ക് യു. എനിക്ക് കിട്ടിയ ചോക്ലേറ്റ് ആണ് കേട്ടോ. താങ്ക് യു. എനിക്ക് ഇതിന്റെ അകത്ത് ചോക്ലേറ്റ് ഇതിന്റെ അകത്ത് ഒരു $10 അടുപ്പിച്ച് കിട്ടിയ കേട്ടോ. 100, 200 ഇതെന്ന് പറയുമ്പം 10,000 രൂപ അടുപ്പിച്ച് തരും. They're like $10. $10. ഇവിടെ കസേര കളിയും കഴിഞ്ഞു. Rápido, Michelle, la que sea. Que ya sé. No tiene la de... Se están muriendo. ¿Quién ganó? Verga, sentí pro. ¿Qué acá la pro? എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. പരങ്കര കത്തിക്കരി ചീമിച്ചു. Es como si yo te digo el Alarcón, Christmas y Chamsagún. No es, güey, no es. Así también tú, para que veas que no está fácil. ഞാൻ ക്രിസ്മസ് ആശംസകൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് അത് പറഞ്ഞു അവരുടേത് എനിക്ക് പറയാൻ പറ്റില്ല. അതിനെ കളിയാക്കുന്നതാണ് കേട്ടോ. ഇതാണ് മെക്സിക്കോയിലെ പിന്നോക്ക എന്ന് പറയുന്ന പിന്നാത്ത എന്ന് പറഞ്ഞ ഒരു സാധനം. ഇതിന്റെ അകത്ത് ഫുള്ള് ചോക്ലേറ്റ് ആണ് കേട്ടോ. ഇത് അവരിങ്ങനെ കെട്ടിയിടും. എന്നിട്ട് ആ കുട്ടികൾ കമ്പൗണ്ട് അടിച്ച് ഇത് എന്നിട്ട് വാരി എല്ലാരും കൂടെ ഓടിയെടുക്കുന്ന പരിപാടിയാ.
വയസ്സനുസരിച്ചാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഏറ്റവും ചെറിയ ആളുകൾ ആദ്യം ചെയ്യും, പിന്നെ വലിയ ആൾക്കാർ, അങ്ങനെ ആരാണ് പൊട്ടിക്കുന്നതെന്ന് നോക്കാൻ പറ്റും. നോക്കട്ടെ ഇവിടെ ആരാണ് പൊട്ടിക്കുന്നതെന്ന്. No son de nadie. Eso está bueno. ഇവിടെ നിന്ന് ലാസ്റ്റ് പോകുന്നതിന് മുമ്പ് ഗ്രാസിയാസ് അവര് നമുക്ക് ഇതൊക്കെ തന്നു കേട്ടോ. ഇതില് ഫുള്ള് മുട്ടായാണ്, ക്യാൻഡീസ്. ഇവിടെ ഇതെല്ലാം പരിപാടി അതിന് ഇവരിനി ക്രിസ്മസ് കേക്ക് മുറിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെയാണ് കേട്ടോ ഇവരുടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഇതൊക്കെ. ഇവിടെ എല്ലാ പരിപാടിയും ഓൾമോസ്റ്റ് കഴിയാറായി. കേക്ക് മുറിച്ചുകൂടെ ഇനി നമ്മൾ പോകും കേട്ടോ ഇവിടുന്ന്. അതാണ് പരിപാടി. എനിക്കാണ് ആദ്യം തരുന്നത്. എനിക്ക് മുറിച്ചപ്പോൾ കിട്ടിയത് വളരെ കുഞ്ഞത് കേട്ടോ. 2 തരത്തിലുള്ള കേക്ക് ഉണ്ട്. Buenos noches a todos and gracias. Gracias a todos por la cultura. Okay, gracias. Tradúceme, Sailet. En nombre de toda la familia, In the name from all the family, te queremos dar las gracias por cuidar a Sailet, atenderla allá. Hey, Sailet, por favor, tienes que traducirme. we want to thank you for taking care of Sai, but I take care of you. Yes. Tradúceme a mí, Sailet, no le vayas a decir otra cosa. Por ese motivo te recibimos como te mereces. En nombre de toda la familia te lo digo de corazón. Muchas gracias. Eres bienvenido. Eres bienvenido. Ahorita te vamos a dar abrazo entre todos. Un abrazo. Chorizo con huevo. Un abrazo. Bienvenido India. Gracias. No, en serio. Gracias. Bienvenido a México. Sailet es la única crazy de la familia. No todos somos igual, platícale. Eso se lo voy a tener que decir. അപ്പോൾ വീട്ടിലെത്തി. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചുപൊളിച്ചിരിക്കും. ഞാൻ പോയി കിടക്കട്ടെ, വയ്യാട്ടോ. 2 മണിയായി പാനത്ത്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ അല്ല, ഹാപ്പി ക്രിസ്മസ്.